ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോ ആയിട്ടുള്ള കമന്റിന്റെ മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് പറയാനുള്ളത്, മെയ്റ്റുമാർക്ക് ID കാർഡ് ഉണ്ടോ എന്നതിനെ കുറിച്ചാണ്. മെയ്റ്റുമാർക്ക് ID കാർഡ് അല്ല, ഏതെല്ലാം മെയ്റ്റുമാർക്ക് ട്രെയിനിങ് കഴിഞ്ഞോ അവരുടെ 3 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. പ്രസ്തുത സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെയാണ് 700 രൂപ കൂലി കൊടുത്ത് മെയ്റ്റുമാരായിട്ട് നിയമിക്കുന്നത്. മെയ്റ്റുമാരായിട്ട് നിയമിക്കുന്നവർ പുതിയ ഫോമുകളിൽ ഫില്ലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ്. അവർ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളുമായിട്ടാണ് ഇനി ഏറ്റെടുക്കേണ്ടത്. ഓരോ തൊഴിലാളിയും എത്രത്തോളം വർക്ക് എടുക്കണം എന്നുള്ളത് കണക്കാക്കി അവരത് അളന്നു കൊടുക്കുകയും തിരിച്ചളന്ന് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചളന്ന് സൈറ്റ് ബുക്കിൽ അത് രേഖപ്പെടുത്തുകയും അത് 6 ദിവസം കഴിയുമ്പോഴുള്ള അനുബന്ധ 3ലേക്ക് ഫോമിലേക്ക് ഫില്ലപ്പ് ചെയ്ത് തിരിച്ച് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതുമാണ്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിലുള്ള എസ്റ്റിമേറ്റ് പുതിയ സാമ്പത്തിക വർഷത്തിൽ ബാലൻസ് ഉള്ളത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബാലൻസ് ഉള്ളത് സ്പിൽ ഓവർ വർക്കാക്കിയിട്ട് പുതിയ റേറ്റ് കോട്ട് ചെയ്ത് അതിന് എത്രത്തോളം M³ അല്ലെങ്കിൽ M² എടുക്കണം എന്നുള്ളത് കണക്കാക്കിയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ വർക്കുകൾ സ്പിൽ ഓവർ ആക്കിയിട്ട് ഈ വർഷം മുതൽ ചെയ്യുകയാണെങ്കിലും ഫോമുകൾ ഫില്ലപ്പ് ചെയ്യുന്നതും വർക്കുകൾ ഏറ്റെടുക്കുന്നതും കണിശമായിട്ടും മെയ്റ്റുമാർക്ക് പരിശീലനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ് പഞ്ചായത്തിൽ നൽകേണ്ടത്. പഴയ എസ്റ്റിമേറ്റ് ആണെന്നും കരുതിയിട്ട് പഴയതുപോലെ മെഷർമെൻറ്റ് എടുത്തിട്ട് വരുന്ന സിസ്റ്റം ഇനി പാടെ ഒഴിവാക്കപ്പെട്ടതാണ്. പുതിയ രീതിയിലുള്ള മെഷർമെൻറ്റും കണക്കുകളും കാര്യങ്ങളും മാത്രമേ ഇനി പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടതുള്ളൂ. സ്പിൽ ഓവർ വർക്കുകളാണെങ്കിലും ശരി, പുതിയ വർക്കുകളാണെങ്കിലും ശരി, സ്പിൽ ഓവർ വർക്കിൻ്റെത് ഏകദേശം 20 ആൾക്കാരിൽ കൂടുതലുണ്ടെങ്കിലാണ് ഒരു പരിപൂർണ്ണ മെയ്റ്റിനെ നിയമിക്കുകയും 700 രൂപ മെയ്റ്റിന് കൂലിയും കൊടുക്കുക. അതിന് പ്രത്യേകതരം സ്കിൽഡ് മസ്റ്റർ അടിക്കുന്നതാണ്. 20 അംഗങ്ങളിൽ കുറവ് ആളുകൾ വരാത്ത രീതിയിലുള്ള ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി മെയ്റ്റുമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാഴ്ചയിൽ ആവറേജ് ആയിട്ട് 20 ആൾക്കാരെയാണ് ആവറേജ് കിട്ടേണ്ടത്. അഥവാ ഒരു ദിവസം 19 18 ആയിപ്പോയതുകൊണ്ട് കുഴപ്പമില്ല. 21 25 30 ആൾക്കാർ ഒരു ദിവസം വേറൊരു ദിവസങ്ങളിൽ ഇറങ്ങുകയാണെങ്കിലും ഒരാഴ്ചയിൽ ശരാശരി 6 ദിവസത്തിൽ 6 × 20 എന്ന് പറയുമ്പോൾ 120 തൊഴിൽ ദിനം ഒരു ആഴ്ചയിൽ തീരുന്ന രീതിയിലാണെങ്കിൽ ഒരു പരിപൂർണ്ണ മെയ്റ്റിനെ വെക്കാവുന്നതും. ആവറേജ് ആയിട്ട് 41 തൊഴിലാളികളാണ് 6 ദിവസം വർക്ക് എടുക്കുന്നതെങ്കിൽ അവിടെ 2 മെയ്റ്റുമാരെ വെക്കാവുന്നതുമാണ്. അപ്പോൾ പിന്നെ അടുത്ത കമൻറ്റിലേക്ക് നമുക്ക് നോക്കാം. പുതിയ വർക്കുകൾ എടുക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ നിന്നും തരുന്ന ഫോമുകളിൽ ഫില്ലപ്പ് ചെയ്ത് ആൾക്കാരുടെ സ്ഥലങ്ങളും അവരുടെ ആ പറമ്പുകളിൽ ഏറ്റെടുക്കേണ്ട വർക്കുകളുടെയും ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ നൽകി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഏകദേശം 15-20 ദിവസം എടുത്തെങ്കിൽ മാത്രമേ പുതിയ എസ്റ്റിമേറ്റ് അവൈലബിൾ ആവുകയുള്ളൂ. മെയ്റ്റുമാരും മെമ്പർമാരും വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് അംഗങ്ങളും കൂടിയിട്ടുള്ള ഗ്രൂപ്പ് ഓരോ വർക്കിനെ കുറിച്ചും എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിച്ച് എഴുതി കൊടുക്കുന്ന പേപ്പറുകൾ പഞ്ചായത്തിൽ ഏൽപ്പിച്ച് അത് എസ്റ്റിമേറ്റ് ആയി വന്നെങ്കിലേ ഉള്ളൂ പുതിയ എസ്റ്റിമേറ്റുകൾ ആവുകയുള്ളൂ. അപ്പോൾ അതിന് റിഡ്ജിറ്റ് വാലി അപ്രോച്ച് എടുക്കണം. എവിടെയാണോ ഏറ്റവും മുകളിൽ തട്ടിലുള്ള പ്രവൃത്തികൾ അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ടാണ് ഇനി ഏറ്റെടുത്ത് വരേണ്ടത്. അപ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലുള്ള വർക്കുകളും ഏറ്റെടുത്ത് വന്നപ്പോൾ അത് നമുക്ക് ജിയോ ടാഗ് ചെയ്യുന്നതിലും NMS ചെയ്യുന്നതിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ഓരോ ഏരിയയും കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്കുകൾ ചെയ്യുന്നതായിട്ട് കാണിക്കുകയും ആ ഏരിയയിൽ തന്നെ വർക്കുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഒരു വാർഡിൽ 2 എസ്റ്റിമേറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് രണ്ട് ഏരിയയിലുള്ള സ്ഥലങ്ങളിലായിരിക്കണം. അല്ലെങ്കിൽ 2 ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിൽ ഒരേ എസ്റ്റിമേറ്റിൽ തന്നെ ഒരുപാട് ആൾക്കാരെ വിലയിരുത്തി ചെയ്താൽ മതി. അതല്ലെങ്കിൽ രണ്ട് മലകളിലായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകമായിട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കണം. അല്ലാതെ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വല്ലാത്ത പ്രയാസം നേരിടുന്നതാണ്. കാരണം ജിയോ ടാഗ് ചെയ്യുന്ന അതേ കോർഡിനേറ്റ്സിൽ തന്നെ വേണം NMS ചെയ്യുന്ന പോയിന്റ് കിട്ടാൻ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. തൊഴിലാളികൾ ഓരോ ഘട്ടത്തിലും ഓരോ പ്രാവശ്യവും ഏതൊക്കെ വർക്കുകൾ എടുക്കണം, എത്ര അളവിൽ എടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ജനകീയ എസ്റ്റിമേറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ 10 ആൾക്കാർ വീതം വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര മീറ്ററും എത്ര M³ മണ്ണെടുക്കണമെന്നോ അല്ലെങ്കിൽ നീളത്തിൽ വർക്ക് എടുക്കണമെന്നോ എന്നുള്ളത് ജനകീയ എസ്റ്റിമേറ്റിൽ ഉണ്ടാവും. അത് പ്രകാരം തന്നെ എസ്റ്റിമേറ്റ് ചെയ്യുക. അത് പ്രകാരം തന്നെ എന്നല്ല, അതിൽ അളവ് വ്യത്യാസമുണ്ടെങ്കിൽ എത്രയാണോ അളവ് വ്യത്യാസം അത് ഓരോ ദിവസവും കണ്ടുപിടിച്ച് മെയ്റ്റ് തൊഴിലാളികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത്രയും മീറ്റർ ചെയ്യാൻ നമ്മളോട് പറഞ്ഞതിൽ ഇത്ര മീറ്റർ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഇത്രയും മീറ്ററിനുള്ള കൂലിയെ നമുക്ക് കിട്ടുള്ളൂ. ആ കൂലി എത്രയെന്ന് മെയ്റ്റിന് കണക്കാക്കി പറയാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മീറ്റർ നീളത്തിലാണെങ്കിൽ അതിൻ്റെ നീളവും വീതിയും ഉയരവും മൺവരമ്പിൻ്റെതാണെങ്കിൽ നോക്കിയിട്ട് ഇത്രയും മീറ്റർ നീളത്തിൽ ചെയ്താൽ എത്ര രൂപയ്ക്കുള്ള വർക്കായി എന്ന് മെയ്റ്റിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഔട്ട് ടേൺ എത്രത്തോളം വരണം എന്നുള്ളത് കണക്കാക്കി ഒരാഴ്ചത്തേക്ക് അത് പൂർത്തീകരിക്കുന്ന രീതിയിലാക്കുക. പൂർത്തീകരണത്തിൽ കുറവ് കാണുന്ന പക്ഷം ഓരോരോ ടീമിൻ്റെ പൈസ കുറയുന്നതാണെന്നുള്ളത് കൃത്യമായ ബോധം മെയ്റ്റ് തൊഴിലാളികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഓരോ വീഡിയോയിലും കാണുന്ന പ്രവൃത്തികൾ മേറ്റുമാർ മാത്രം അത് വിലയിരുത്തിയാൽ പോരാ. കാരണം തൊഴിലാളികളും ഇത് കണ്ട് ഇങ്ങനെയാണ് പഞ്ചായത്തുകളിൽ നിന്നും പറഞ്ഞു തരുന്നതെന്നും ഓരോ വർക്കിനും ഇത്ര ഔട്ട് ടേൺ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നും പുതിയ മേറ്റുമാർക്ക് ട്രെയിനിങ് കൊടുത്തതാണെന്നും അവർ അറിഞ്ഞിരിക്കണം. തൊഴിലാളികൾ കറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഓരോ പുതിയ ആൾക്കാരും പുതുതായിട്ട് ട്രെയിനിങ് കിട്ടിയ മേറ്റുമാർ വന്നിട്ട് പല പല കാര്യങ്ങൾ ഞങ്ങളെ അടിച്ചേൽപ്പിക്കും എന്നുള്ള തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊഴിലാളികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വർക്കുകളെ കുറിച്ചുള്ള ഒരു ധാരണ തൊഴിലാളികൾക്ക് ഉണ്ടാവുകയുള്ളൂ. കുറേ മുന്നേ എടുക്കുന്ന വർക്കുകൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതിൽ നിന്നും ഒരു മാറ്റം 2024-25 സാമ്പത്തിക വർഷം മുതൽ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ മേറ്റുമാർക്ക് മാത്രം അറിവുണ്ടായാൽ പോരാ, തൊഴിലാളികളുടെ ഇടയിലും അവബോധം സൃഷ്ടിക്കണം. അതിന് പ്രൊജക്ട് ഇനീഷ്യേഷൻ മീറ്റിംഗ് നിർബന്ധമായും മേറ്റുമാർ മെമ്പർമാരെയും വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗുകാരെയും പഞ്ചായത്തിലുള്ള ഓവർസിയർമാരെയും അറിയിച്ച് നടത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അത് നടത്തിയെങ്കിൽ മാത്രമേ തൊഴിലാളികൾക്കുള്ളൊരു അവബോധം കിട്ടുകയുള്ളൂ. പിന്നെ അതിന് പുറമെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മൺവരമ്പായാലും ശരി, മണ്ണ് കയ്യാലായാലും ശരി, കല്ല് കയ്യാലായാലും ശരി, ജൈവവേലിയായാലും ശരി, ഇത്രയും പറഞ്ഞപ്പോൾ ഓരോരോ മീറ്ററുകളും അളവുകളും ഇത്ര M³ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമായും തൊഴിലാളികളും വാച്ച് ചെയ്ത് ഇങ്ങനൊരു സംഭവം പഞ്ചായത്തുകളിൽ നിന്ന് പുതിയ മേറ്റുമാർക്ക് ട്രെയിനിങ് നൽകിയതിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ വർക്കുകളും ഏകോപിപ്പിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ പുതിയ വർക്കുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ജനകീയ എസ്റ്റിമേറ്റ് ഉണ്ടാവും. എത്ര M³ ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് കറക്റ്റ് ആക്കിയിട്ട് 10 ആൾക്കാർക്കോ അല്ല ഒരു ടീം നിങ്ങൾ എത്ര ആൾക്കാരാണെന്നുള്ളത് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ളത് പഞ്ചായത്തുകളിൽ നിന്ന് നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിലൊന്ന് മേറ്റുമാർക്ക് ID കാർഡ് നൽകുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനുത്തരം മേറ്റുമാർക്ക് ID കാർഡ് അല്ല, സർട്ടിഫിക്കറ്റ്. 3 ദിവസത്തെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രണ്ടാമതായിട്ടുള്ളത് പഴയ വർക്കുകളുടെ എസ്റ്റിമേറ്റ്, കഴിഞ്ഞ വർഷത്തെ എസ്റ്റിമേറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ പുതുതാക്കിയിട്ടാണോ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്പിൽ ഓവർ വർക്കാക്കിയിട്ട് ഈ വർഷത്തെ റേറ്റിൽ എത്രത്തോളം തൊഴിൽ ദിനങ്ങളുണ്ടോ ഇനി ബാലൻസ് അത് വെച്ചിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ എസ്റ്റിമേറ്റ് പരിപൂർണ്ണമാവുകയുള്ളൂ. മറ്റൊന്ന് ഈ വർഷത്തെ വർക്കുകൾ ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പഴയ വർക്കുകൾ ഉണ്ടെങ്കിൽ സ്പിൽ ഓവർ ഓപ്ഷനിലേക്ക് മാറ്റി അത് വേഗം തന്നെ എസ്റ്റിമേറ്റ് ആവും. പുതിയ വർക്കിനുള്ളത് നിങ്ങൾ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് പഞ്ചായത്തിൽ ഏൽപ്പിക്കുന്നതിന് മുറക്ക് ആൾക്കാരുടെ പേരും തൊഴിൽ കാർഡ് നമ്പറും കറക്റ്റാക്കി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അത് അപ്രൂവൽ കിട്ടിയതിന് ശേഷം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ബൈ.